ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെത്തി മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഖാലിദ സിയുടെ കുടുംബത്തിന്റെയും ബംഗ്ലാദേശ് ജനതയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെത്തിയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഖാലിദ സിയയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാദേശിന്റെ ജനതയ്ക്കും ഒപ്പം തന്നെ ഖാലിദ സിയുടെ കുടുംബത്തിന്റെയും ദുഃഖത്തിനൊപ്പമാണ് താനെന്നും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പുസ്തകത്തിൽ കുറിക്കുകയും പിന്നീട് അത് ഫേസ്ബുക്കിൽ അദ്ദേഹം അത്തരത്തിലേക്ക് ആദരാഞ്ജലി അർപ്പിച്ചുവെന്നും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ധാക്കയിലെത്തുകയും ഈ ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദ സിയയുടെ മകനും ഒപ്പം തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രധാനമന്ത്രിയുടെ അനുശോചന കത്ത് അദ്ദേഹത്തിന് കൈമാറുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശിനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർശനങ്ങളും ഒപ്പം തന്നെ ഇത്തരം നടപടികളും ഒക്കെ അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നിലവിലുള്ള ഉഭയകക്ഷി ബന്ധം അത് നിലവിലെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില വാക്കുതർക്കങ്ങളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാകുന്നത്. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നതിനും ഒരു സൗഹൃദത്തിലേക്കടക്കം അത് മറ്റു തലങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതിനും വളരെ സഹായകരമാകുമെന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തൽ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെത്തി പ്രതിരോധ മന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഉന്മേഷ്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.